എന്റെ കൈ കാശില്ലാന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. കാശ് വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം പുറത്തു പറയും ഗോപി. നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാശ് എനിക്ക് ഉടനെ കിട്ടിയില്ലെങ്കിൽ മാമനോടെല്ലാം പറഞ്ഞു കൊടുക്കും. സമയം ഒരുപാട് വൈകി. അവിടെ ചെല്ലുമ്പോ എല്ലാം കഴിയും. കണ്ടോ? അല്ല ഗോപി, നീ എന്തിനാ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? അതെ അമ്മാവാ. കാശിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ മോനെ? അതൊന്നും വേണ്ട. എന്താ പ്രോബ്ലം എന്ന് പറ മോനെ. അതൊന്നുമല്ല അമ്മാവാ, എന്റെ ഫ്രണ്ട് ഒരു സൈക്കാട്രിസ്റ്റാ. ഒരു മെന്റൽ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കായിരുന്നു. ആ ചികിത്സയുടെ ഭാഗമായി അവനെ നമ്മുടെ വീട്ടിലേക്ക് അയക്കും. അവൻ എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും പോലെ അഭിനയിക്കണം. നമ്മൾ അഭിനയിക്കണമെന്നല്ലേ? അത്രയല്ലേ ഉള്ളൂ. നോക്ക്, ഒരു പേഷ്യന്റിന്റെ മെന്റൽ പ്രോബ്ലം മാറുമെങ്കിൽ അഭിനയിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല മോനെ. അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ കില്ലാടിയല്ലേ. അല്ല ഗോപി, ആ പേഷ്യന്റിന്റെ പേരെന്താ? രവി. രവി. ആദ്യം പോയി അവനെ കൊണ്ടുപോവാ. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കണം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ? പിന്നെ നീയും രവിയും ചെന്ന് വേഗം ആ കോളേജിലെ ഫീസൊക്കെ അടച്ചിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കെട്ടിടമുണ്ട്. അവിടുത്തെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് കളക്ട് ചെയ്തോ. ശരി കേട്ടോ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, ബൈ. നീ ഇത് വായിച്ചായിരുന്നോ? മറവിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിരിക്കുന്നേ. അതങ്ങനെ ഇവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇരുന്നോ മോനെ. ഇരിക്കും മോനെ. എന്റെ പേര് അതൊന്നും പറയണ്ട. രവിയല്ലേ? ഞാൻ രവിയല്ല, സൂര്യ. എന്ത്? സൂര്യ എന്ന് പറഞ്ഞാലും രവി എന്ന് പറഞ്ഞാലും ഒന്നല്ലേ? ഞാൻ ഈ പ്രേതം ഭൂതങ്ങളെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെ റിസർച്ച് ചെയ്യണമെന്ന് നിനക്ക് എന്ന് പോലെ തോന്നിയേ? അതൊന്നുമല്ല ഇപ്പത്തെ പ്രധാന കാര്യം. നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാ ഞാനിപ്പോ വന്നേ. എന്നാ പറഞ്ഞോ. നിങ്ങളുടെ മകൾ സ്വപ്ന നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആത്മഹത്യ ചെയ്തൊന്നുമല്ല, അത് കൊലപാതകമാണ്. കൊലപാതകോ? പറഞ്ഞ കേട്ടോ? ആരാ മോനെ പറഞ്ഞേ? സ്വപ്ന തന്നെ പറഞ്ഞേ. എപ്പോഴാ മോനെ പറഞ്ഞേ? മരിച്ചതിന് ശേഷം. ഇവന് ശരിക്കും വട്ട് മൂത്തെന്നാ തോന്നുന്നേ. അതെന്താ മൂത്തതെന്നൊക്കെ പറയുന്നേ? അത് വേറൊന്നുമല്ല. ആ വീടിന്റെ പുറകിലായിട്ടൊരു പ്ലാവുണ്ടേ, അതിലെ ചക്ക മൂത്തുപോയി എന്ന് പറയായിരുന്നു ഞാൻ. സാർ, അവൻ സ്വപ്നനെ മാത്രമല്ല നിങ്ങളെ കൊല്ലാൻ വേണ്ടിട്ടാ നോക്കുന്നത്. ആരാത്? ഗോപി. ഗോപിയോ? ഗോപിയാണെന്ന്. അതെ. രമ്യ എവിടെ? രമ്യയും ഗോപി കോളേജിൽ ഫീസ് അടയ്ക്കാൻ പോയേക്കുക. അതിന് തൊട്ടടുത്തുള്ള ബിൽഡിംഗ് സെയിൽസിന് വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ കൂടെ എന്തിനാ വിട്ടത്? ശരി, രമ്യയുടെ നമ്പർ പറ. രമ്യയുടെ നമ്പർ 93935115. അത് തന്നെയല്ലേടി? അത് തന്നെ. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ സൂക്ഷിച്ചിരിക്കും. ആയിക്കോട്ടെ, ശരി, ഞാൻ പോവുക. അല്ല, രമ്യയുടെ നമ്പർ എന്തിനാ തെറ്റിച്ച് പറഞ്ഞു കൊടുത്തേ? ഗോപിയെ കുറിച്ചൊക്കെ അവൻ എന്തൊക്കെയാ അവിടെ ഇരുന്ന് പറഞ്ഞു. അവനൊക്കെ ശരിയായ നമ്പർ കൊടുത്തിട്ട് എന്താ പ്രയോജനം? എന്തോ എനിക്ക് ആ ചെറുക്കനെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. നീയും അവനെ പോലെ വിവരം കെട്ടവളാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാപ്പിയിൽ മധുരം ഇടുന്നതിന് പകരം ഉപ്പ് വാരി ഇടുന്നവളല്ലേ നീ? മറവിക്കുള്ള മരുന്നുണ്ട്, എടുത്ത് വായിക്കേ. ഹലോ, നീ ഇപ്പൊ വലിയൊരു അപകടത്തിലാണ്. അവനാണ് നിന്റെ ചേച്ചിയെ കൊന്നത്. ഇപ്പൊ നിന്നെ കൊല്ലാൻ വേണ്ടി പോവാ. വുമൻസ് കോളേജിന്റെ അടുത്തുള്ള പഴയ ബിൽഡിംഗിൽ വെച്ചാൽ നിന്നെ കൊല്ലാൻ പോകുന്നത്. അവനോട് ചുമ്മാ സംസാരിച്ചിരിക്കും. ഞാനിപ്പോ അങ്ങോട്ട് വരാം. നമസ്കാരം. നമസ്കാരം. ആരാ നിങ്ങള്? എന്റെ പേര് രവി എന്നാ. നമ്മളോട് രവിയെ പറ്റി പറഞ്ഞിരുന്നില്ലേ ഗോപി? ആ രവി ആയിരിക്കും ഇത്. ഇപ്പൊ മാത്രം നിന്റെ ഓർമ്മയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ശരി, വന്ന കാര്യം പറ. അതുണ്ടല്ലോ. പിന്നെ അയ്യോ, ഞാൻ നിന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അന്ന് നിങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നത് ഞങ്ങളാ സാറേ. അയ്യോ, അത് നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അന്ന് നിങ്ങളെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ പറഞ്ഞതും നിങ്ങളെ കൊല്ലാൻ പറഞ്ഞതും ആ ഗോപിയാണ് സാറേ. അത് മാത്രമല്ല, നിങ്ങളുടെ മോളെ കൊന്നതും ഇപ്പൊ നിങ്ങളെ കൊല്ലാൻ നോക്കുന്നതും ആ ഗോപിയാണ് സാർ. അവൻ എന്തിനാന്നേ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്ന? എന്ത് ദ്രോഹം നമ്മൾ ചെയ്ത്? അവന്റെ അമ്മയ്ക്ക് ദ്രോഹം ചെയ്തതിന് പ്രതികാരം ചെയ്യാണോ? അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അയാൾ പറഞ്ഞ കാശ് തരാത്തോണ്ടാ ഞങ്ങൾ ഈ കാര്യം പറയാൻ വേണ്ടി ഇവിടെ വന്നത്. ശരി സാർ. നിങ്ങളുടെ പെങ്ങൾക്ക് നമ്മൾ എന്ത് ദ്രോഹ ചെയ്തത്? എന്തായാലും നമ്മുടെ മോളെ അവൻ കൊന്നു കളഞ്ഞില്ലേ? കരയല്ലേ? നമ്മുടെ മോളെ കൊന്നവനെ ഇനി ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. കണ്ടോ? നീ മരിക്കാനുള്ള കാരണം ഞാൻ ഇപ്പോഴാണ് അറിയുന്ന മോളെ. അവനെ കൊന്ന് നിന്റെ ആത്മാവിന് ശാന്തി തരാൻ പോവുകയാണ് മോളെ. എന്നിട്ട് ഈ അച്ഛൻ അടങ്ങിയിരിക്കൂ. എന്തിനായിട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? അമ്മാവൻ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞ ബിൽഡിംഗ് ഇതാ. ഈ പഴയ വീട്ടിലോ? ഇത് പ്രേത ബംഗ്ലാവ് പോലുണ്ട്. എനിക്ക് പേടിയാവുന്നു. വാ പോകാം. നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ. വാ വാ ചേട്ടാ, വേണ്ട. വാ, പ്ലീസ്. ഇങ്ങോട്ട് വരാൻ. വാ 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 വരാൻ. നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ? ഈ സ്വഭാവം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ പോവാ. അവിടെ നിൽക്കടി. അവിടെ നിന്നെ കൊണ്ട് എനിക്ക് ഒരുപാട് നിന്റെ ശരിക്കുള്ള രൂപം ഇതായിരുന്നോ?
സൂര്യ, അവനെ കൊല്ലേണ്ടത് നീയല്ല, എന്റെ കൈ കൊണ്ടാ ചെയ്യേണ്ടത്. മാറി നിൽക്ക്. ഞാൻ ചെയ്തില്ല. ആരാ ഇത് ചെയ്തേ? അയ്യോ, സി എ സാറേ, നിങ്ങൾ സസ്പെൻഷനിലല്ലേ, പിന്നെന്താ ഇവിടെ? എനിക്ക് ഫോൺ ചെയ്താൽ ഞാനല്ലേ വരേണ്ടത്? ഞാൻ ഫോൺ ചെയ്ത് നിങ്ങൾക്കാണോ? യാ 93933515. ആ നമ്പർ എന്റേതാ. കൺമുമ്പിൽ നടക്കുന്ന അന്യായങ്ങൾ കണ്ടു നിൽക്കാൻ വയ്യാതെ ഈ റബ്ബർ സിംഗ് കണ്ണുമൂടി വെടിവെച്ചു. പക്ഷെ എങ്ങനെ ഉണ്ടെന്ന് സത്യമായിട്ടും അറിയില്ല. നിങ്ങൾ വെടിവെച്ചത് ആരെയെന്നറിയോ സാർ? ആരെയാ വെടിവെച്ചേ? ഏതെങ്കിലും റോങ് പേഴ്സണെ ആണോ വെടിവെച്ചേ? എന്റെ അമ്മോ, ഈ സ്പോട്ടിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടേക്കാം. സാറേ, എനിക്കറിയില്ല സാറേ. അവൻ ആരാണെന്ന് എനിക്കറിയില്ല സാറേ. എന്നെ വെറുതെ വിട്ടേക്ക് സാറേ. നിന്നെ വെറുതെ വിടില്ല. നീ കൊന്നത് ആരാന്നറിയോ? ആരെയാ സാറേ? ആരെയാ? ഇന്റർനാഷണൽ ടെററിസ്റ്റുമായിട്ട് ബന്ധമുള്ള ഒരു ക്രിമിനലിനെ. നിനക്കിനി പോസ്റ്റിംഗ് കിട്ടത്തില്ല. സാറേ, പ്രൊമോഷനോട് കൂടിയ പോസ്റ്റിംഗ് വരുന്നത്. വെരി ഗുഡ് എസ്പി, വെരി ഗുഡ്. ഐ ലൈക്ക് യു, ഐ ലവ് യു ഡാർലിംഗ്. കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. സാർ, ഗുഡ് ഈവനിങ് സാറേ. സാർ എപ്പോഴാ സാറേ വന്നേ? ഛെ, നീ ഒരിക്കലും നന്നാകത്തില്ല. സാറേ നിക്ക് സാറേ, ഞാനൊന്ന് പറയുന്നത് കേക്ക് സാറേ. നീ എന്റെ കുടുംബത്തെയാണ് രക്ഷിച്ചത്. നീ എനിക്ക് വേണ്ടി ചെയ്ത് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. എന്റെ അച്ഛന്റെ ജീവനാ നീ രക്ഷിച്ച്. നിന്നെ ഞാൻ എങ്ങനെ മറക്കും? അതാരാ സ്വപ്ന? നിന്റെ അനിയത്തി വെണ്ണിലയാണ്. നിന്റെ അച്ഛനോട് അവളുടെ അമ്മ ക്ഷമിച്ചാലും അവള് ക്ഷമിക്കാൻ തയ്യാറല്ല സൂര്യെ. അച്ഛൻ ആരാണെന്ന് അറിയാത്ത വേദനയില് പ്രതികാരം ചെയ്യുന്നാണ് അവള് പറയുന്നത്. എന്റെ പെങ്ങൾക്ക് ഭയങ്കര ദുരന്തം ഉണ്ടായത്. ആ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ ആത്മാവിന് എങ്ങനെ ശാന്തി കിട്ടുമെന്ന് എനിക്കറിയില്ല. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ അച്ഛൻ ഇപ്പോഴാണ് പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വന്നത്. വരുന്ന അമാവാസി വരെ ഒരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കഴിഞ്ഞ് എങ്ങനെ സംരക്ഷിക്കണം എന്നതിന് നീ വഴി കണ്ടുപിടിക്കണം. നീ കാരണം എന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയായി. ഇനിയുള്ള കാലം സന്തോഷമായിട്ട് നീ ജീവിക്കണം. ഇതിനു ശേഷം എനിക്ക് പോയേ തീരൂ സൂര്യ. ബൈ. നിക്കി, എന്നെയോ എന്റെ അമ്മേനെയും നാണം കെടുത്തിയിട്ട് എന്നെ കുറിച്ച് ഓർക്കാതെ അച്ഛൻ കല്യാണം കഴിക്കുമല്ലേ? നീ എങ്ങനെ സന്തോഷായിട്ടിരിക്കുന്നു ഞാൻ നോക്കട്ടെ. ഞാനെന്താ ചെയ്ത്?
അച്ഛനോട് നിനക്ക് ക്ഷമിച്ചാൽ എന്താ മോളെ? എല്ലാ തെറ്റും അച്ഛൻ ഏറ്റു പറഞ്ഞല്ലേ? ചേട്ടാ, പാല് ഗ്ലാസ് കയ്യിൽ വെച്ചോണ്ട് ആരോടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? നിന്നെയും നിന്റെ അച്ഛനെയും ഞാൻ പിന്നെ കണ്ടോളാം.